ഇവിടെ വന്ന് ഇതുപോലത്തെ ഒരു വലിയൊരു അപകടം സംഭവിക്കുന്ന ഒരു പരിപാടി, ഇങ്ങനത്തെ ഒരു അപകടം സംഭവിച്ചത് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. കൃത്യമായ സുരക്ഷാ വീഴ്ച കൊണ്ടാണ് സംഭവം ഉണ്ടായത്. ഇത്രയും വലിയ ഉയരത്തിൽ ഒരു സ്റ്റേജ് പണിതിട്ട് ആ സ്റ്റേജിൻ്റെ മുമ്പിൽ ഒരു ബാരിക്കേഡ് പോലും ഇല്ലാതെ ഏറ്റവും കൊണ്ടുപോയി ഫ്രണ്ട് ലെയറിലുള്ള ചെയർ മുഴുവൻ ഏറ്റവും അടുത്ത് കൊണ്ടുപോയിട്ടിട്ട് നടക്കാൻ പോലും ആളുകൾക്ക് സ്ഥലമില്ലാത്ത രീതിയിൽ പരിപാടി വെച്ചു. ഞാൻ ചോദിക്കട്ടെ, മന്ത്രിയോട് ചോദിക്കാനുള്ള ചോദ്യം, പിന്നെന്തിനാ അന്വേഷണം നടത്തുന്നത്? ഈ മന്ത്രി തന്നെ അങ്ങ് തീരുമാനം പ്രഖ്യാപിച്ചാൽ മതിയല്ലോ. ഒരു സുരക്ഷാ വീഴ്ചയില്ല, ഒരു കുഴപ്പമില്ലെന്ന്. പിന്നെ ആരെ പറ്റിക്കാനാണ് ഈ അന്വേഷണം നടത്തുന്നത്? അതൊന്നും വേണ്ട. തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ പുറത്തു വരില്ല. അതാണ് കറക്റ്റായിട്ടുള്ള കാര്യം. നിരന്തരമായി ഇത്തരം പരിപാടികൾ നടക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഇത് മതിയാ സുരക്ഷ? അങ്ങനെ ആയിരിക്കുമോ നോക്കുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയാ? സുരക്ഷാ വീഴ്ച പോലീസ് നോക്കിയാൽ മതിയാ? പ്രത്യേകിച്ച് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിലെ എൻട്രൻസ്, ആളുകൾ പുറത്തേക്ക് പോകുന്നത്, അവിടെ സ്റ്റേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത്, ഇതെല്ലാം പോലീസ് പരിശോധിക്കണ്ടേ? പോലീസ് ഇതൊന്നും പരിശോധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ഏറ്റെടുത്തിരിക്കുന്ന, ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുന്ന അതിൻ്റെ നേതൃത്വത്തിലുള്ളവർക്ക് CPM-ആയിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി മന്ത്രി സജി ചെറിയാൻ ഇറങ്ങിയിരിക്കുന്നത്. അല്ല, പരിപാടിക്ക് പലരും പോയി കാണുമല്ലോ. 12,000 അങ്ങനല്ല. ഇതിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ GCDAയുടെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ആ ബഡ്ജറ്റിൽ കായികേതര പരിപാടികൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പണിതത് ഇവിടുത്തെ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കായികേതര പരിപാടികൾക്ക് ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുത്ത് ഈ പരിപാടികൾക്ക് വേണ്ടി, അതൊരു സ്റ്റാർ നൈറ്റ് ആകാം, എന്തും ആകാം. ഇപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൻ്റെ നടുക്ക് പോയി കുഴിയിടാൻ സാധിക്കില്ല, കാരണം ഗ്രൗണ്ട് കേടാവും. അതിന് എൻജിനീയറിംഗ് വിങ് ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ ഇവർ നടത്തുന്ന എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും അതിനൊരു സേഫ്റ്റി പ്രോട്ടോക്കോൾ പാലിക്കാൻ അതിൻ്റെ GCDAയുടെ എൻജിനീയറിംഗ് വിങ് തയ്യാറാവണം. പിന്നെ 12,000 കുട്ടികൾ പെർഫോം ചെയ്ത ഒരു പരിപാടിയിൽ ആ 12,000 കുട്ടികളുടെ പാരൻസ് വരും. അവരെല്ലാ പാർട്ടിയിലും പെട്ട ആളുകളുണ്ടാവും. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് അന്വേഷിക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സംഘാടകർക്ക്, പ്രധാനപ്പെട്ട ആളുകൾക്ക് പാർട്ടിയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതിലിപ്പോൾ എൻ്റെ മോൾ ഡാൻസിന് പോയിട്ടുണ്ടെങ്കിൽ രക്ഷിതാവ് എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പോകും. ഞങ്ങൾ ജനപ്രതിനിധികൾ എന്നുള്ള രീതിയിൽ വിളിച്ചു. ഞങ്ങൾക്ക് 2 ദിവസം മുമ്പാണ് ഇൻവിറ്റേഷൻ കിട്ടിയത്. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു MLAക്ക് ഇതാണ് സുരക്ഷാ ക്രമീകരണമെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന പരിപാടികൾ ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എന്തായിരിക്കുമെന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതാണ്. അതായത് ഇതിൻ്റെ സംഘാടകരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മന്ത്രി നടത്തിയത്. അല്ല, മന്ത്രി അല്ലല്ലോ. ഒരു അന്വേഷണം പോലീസ് നടത്തുന്ന സമയത്ത് ഒരു മന്ത്രി വന്ന് ഒരു സുരക്ഷാ വീഴ്ചയില്ല എന്ന് പറയുന്നത് അനൗചിത്യമല്ലേ? അനൗചിത്യമല്ലേ? മന്ത്രിക്ക് അത് പറയാമോ? മുഖ്യമന്ത്രിക്ക് പോലും പറയാൻ പാടില്ല. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പോലും പറയാൻ പാടില്ല. അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായോ ഇല്ലെന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ അത് എടുത്തിയാടിയുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഇതിൻ്റെ സംഘാടകരെയും ഇതിൻ്റെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഏറ്റെടുത്തിരിക്കുന്ന ചില ആളുകളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമാണ്. ആ താല്പര്യം അത് നമ്മൾ നോക്കാം. റിപ്പോർട്ടൊക്കെ പുറത്തു വരട്ടെ, ഞങ്ങളും ഉണ്ടല്ലോ ഇവിടെ.